ശ്രീ വിജി തമ്പി, ഈ തിരക്കിനെയാണ് ഞങ്ങൾ നിയന്ത്രിച്ചില്ലേ എന്ന് പറയുന്നത്. ഇത് കുറച്ച് സമയം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് സ്വാഭാവികമായ ഒരു തിരക്കാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കത് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നെഞ്ചടി പേറുന്ന കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ മുന്നൊരുക്കങ്ങളെല്ലാം അമ്പയെ പാളിയിട്ടും വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തുന്ന ദേവസ്വം ബോർഡും പോലീസ് അധികൃതരുമാണ്. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുതേ എന്ന് ഓരോ മണ്ഡലകാലത്തും താഴ്മയായി അപേക്ഷിക്കുന്ന ഭക്തന് നേർക്കുള്ള വെല്ലുവിളിയല്ലേ ഇവർ ഈ കാണിക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, അപായകരമായ ഒരു ചുറ്റുപാടാണ് ഇവിടെ കാണുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയുടെ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ശബരിമലയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോൾ ജയകുമാർ സാർ, അദ്ദേഹം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്, ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹം വളരെയധികം കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം എന്നാണ് ശബരിമലയിൽ അദ്ദേഹം പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്നത്? ഈ 14-ാം തീയതി ചുമതല ഏറ്റെടുക്കുന്നു. 15-ഉം 16-ഉം കഴിഞ്ഞ് 17-ാം തീയതി തീർത്ഥാടനം ആരംഭിക്കുകയാണ്, അതായത് ഇന്നലെ. ഈ 2 ദിവസം കൊണ്ട് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശബരിമലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെയാണ് ശബരിമലയിൽ ഒരു മേൽശാന്തി നിയമനം. മേൽശാന്തി എന്നാ വരുന്നത്? വൃശ്ചിക 1-ാം തീയതിയാണ് മേൽശാന്തി ചുമതലയേൽക്കുന്നത്, പുതിയ മേൽശാന്തി. ഈ പുതിയ മേൽശാന്തി വന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നിലാവത്ത് കോഴിയെ അഴിച്ചു വിട്ട പോലെയാണ്. ഒരു പിടിയിൽ കിട്ടത്തില്ല അവിടുത്തെ കാര്യം. എന്താണ് അവിടുത്തെ കാര്യം, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെയാണ് ചില മറ്റ് ബിംബങ്ങൾ, അവിടെയാണ് ഈ മേൽശാന്തിയുടെ കൂടെ കയറി ഒട്ടുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയോ അല്ലുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എത്രയോ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തന്ത്രിമാരവിടെ മാറുന്ന ചിങ്ങ 1-നാണ്. ആ ചിങ്ങ 1-നായിരിക്കണം പുതിയ മേൽശാന്തി നിയമിതനാകേണ്ടത്. അപ്പോൾ 2 മാസം അവിടെ സമയം കിട്ടും, അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു ബോർഡ് മാറുമ്പോൾ. ഇപ്പോൾ ഒരു പ്രസിഡന്റ് വരുന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് തോന്നിയവാസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുക, ഈ പറഞ്ഞ വിർച്വൽ ക്യൂവിൽ ആളിനെ കൂടുതൽ കയറ്റിയെന്ന്. അത് ഇത്രയും പേർക്ക് 60,000 പേർക്കേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അറിയില്ലേ? വിവരമില്ലേ? അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ മനഃപൂർവ്വമാണിത്, ഇത് ഒരു സംശയവും വേണ്ട. ഇത് മനഃപൂർവ്വമാണ്. ഒരു കാരണവശാലും ഇത് മറ്റൊന്നൊന്നുമല്ല. ഈ ഭക്തരെ ബുദ്ധിമുട്ടിക്കുക, ഭക്തരെ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇനി ശബരിമലയിൽ നിന്ന് ഭക്തരെ അകറ്റുക, ഇതാണ് ഇവരുടെ ഉദ്ദേശം. പിന്നെ നേരത്തെ ഇവിടെ നമ്മുടെ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ വരുന്ന കാണിക്ക ഭക്തർക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നതെന്ന്. ഒന്ന് പറയാമോ? ഭക്തർക്ക് വേണ്ടിയാണ് ശബരിമലയിൽ വരുന്ന കാണിക്ക ചിലവാക്കുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു തരട്ടെ. ഒരു പൈസയെങ്കിലും അവിടുത്തെ ഇത്രയും ബുദ്ധിമുട്ടുകൾ, ഇത്രയും അസൗകര്യങ്ങളുണ്ടായിട്ട് എന്ത് സൗകര്യമാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത്? അവിടെ ചോദിക്കട്ടെ, അവിടെ ഈ വരുന്ന ഭക്തജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടാണ് അവിടുത്തെ ഈ ഹോട്ടലുകളും മറ്റും ലേലം ചെയ്ത് കൊടുക്കുന്നത്. അവിടെ കൊള്ളയടിക്കുകയാണ് അവിടുത്തെ ഭക്തരെ. ഈ അവിടുത്തെ കളക്ടറും മറ്റുള്ള ആൾക്കാരും ചില ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന വിലയ്ക്ക് കൊടുക്കാവുന്നു. അതൊന്നുമല്ല അവിടെ നടക്കുന്നത് വളരെ കൊള്ളയടിയാണ്. അതുപോലെ അവിടെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നു, കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഭക്തർക്ക് അവർ കയ്യിൽ അവർക്കൊരു ബോട്ടിൽ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? തിരിച്ച് കൊണ്ടുപോകണമെന്ന് അവർ അഷുർ ചെയ്യണം. അല്ലാതെ അവിടെ ചെന്നിട്ട് എന്നാലും വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ചെയ്യണം. പല പ്രാവശ്യവും വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നുണ്ട്, ശബരിമലയിൽ പമ്പയ്ക്ക് മുകളിൽ ഒരു കച്ചവട സ്ഥാപനങ്ങളും പാടില്ല എന്ന്. സർക്കാരിന് കൊടുത്തൂടെ? ദേവസ്വത്തിന് കൊടുത്തൂടെ ആ ഭക്ഷണവും വെള്ളവും ഒക്കെ? എങ്ങനെയെല്ലാം ഭക്തരെ ബുദ്ധിമുട്ടിക്കാം. അവിടെ താമസ സൗകര്യം ഭക്തരെ കഴുത്തറുത്താണ് പൈസ വാങ്ങിക്കുന്നത്. സ്റ്റാർ ഹോട്ടലിൽ പോലും 24 മണിക്കൂർ ചെക്കൗട്ട് ഉള്ളപ്പോൾ ഇവിടെ 6 മണിക്കൂറാണ്. 6 മണിക്കൂർ കഴുത്തറുത്ത് ഭക്തരെ നിന്ന് പൈസ വാങ്ങിക്കുന്നത്, യാതൊരു സൗകര്യമില്ലാത്ത ആ ഗസ്റ്റ് ഹൗസുകൾ. അപ്പൊ അതുപോലെ പണ്ടൊക്കെ ആ ഗസ്റ്റ് ഹൗസിൽ പോലും വലിയ തിരിമറികൾ നടക്കുന്നുണ്ട്. മകരവിളക്ക് സമയത്ത് ഈ ദേവസ്വം ബോർഡിന്റെ ബിനാമികൾ തന്നെ അത് ബുക്ക് ചെയ്തിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും വരുന്നവർക്ക് 4-5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ആ ദിവസങ്ങളിൽ ഇവർ ആ മുറി വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്ര വലിയൊരു കൊള്ളയാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല, ഇപ്പം നേരത്തെ നമ്മുടെ CPM പ്രതിനിധി പറഞ്ഞു അവിടുത്തെ അരവണയും അപ്പവും ഒക്കെ പ്രസാദമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന് നേദിക്കുന്നതാണ് പ്രസാദം. അല്ലാതെ ഒരു അരവണയോ അപ്പോ ഉണ്ടാക്കി വെച്ചിട്ട് പ്രസാദമാവുമോ അത്? നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ കിട്ടില്ലേ, ഇപ്പം പായസം കിട്ടുന്ന ഹോട്ടലുകളില്ലേ, വഴിയോരങ്ങളിലൊക്കെ കാണാമല്ലോ, അവിടെ മറ്റേ പായസം എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് പ്രസാദമാവുമോ? എന്താണ് പ്രസാദം? പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേദിച്ചതിൻ്റെ ബാക്കിയാണ് പ്രസാദം. ഇതിവിടെ നടക്കുന്ന ഫാക്ടറി ഉൽപ്പന്നമാണ്, ടിന്നിലടച്ച് കൊടുക്കുന്ന അരവണ. അത് എനിക്ക് തോന്നുന്നു മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അരവണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം മണ്ഡലകാലം ആരംഭിച്ച് പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് അരവണ ഉണ്ടാക്കി വെച്ചിട്ട് ആ അരവണയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്.
അപ്പമാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് എന്തിനാ? ഇത് പാഞ്ഞുകൊണ്ട് പോകണ മണ്ടന്മാരായ ഭക്തരെന്ത് ചെയ്യും? ഇവർക്കറിയാമോ ഇത് പ്രസാദമല്ല എന്നുള്ളത്? ഇവർ ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്ന ഇവരെ പറ്റിക്കുകയാണെന്ന് ഇവർക്കറിയാമോ? പാവപ്പെട്ട ഇവർ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് തള്ളുന്നു ശബരിമലയിൽ. ഇത് ഇവർക്ക് ദ്രോഹമാണ് ചെയ്യുന്നത് സർക്കാർ ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഭക്തജന സംഗമം അല്ലെങ്കിൽ ആഗോള ഭക്ത സംഘം, ആഗോള അയ്യപ്പ സംഘം, ഭക്തയില്ല അവിടെ. ഭക്തം പറയാൻ പറ്റില്ല, കാരണം പിണറായി വിജയനല്ലേ അവിടെ ഉദ്ഘാടനം ചെയ്തത്. പിണറായി വിജയൻ ഭക്തനാണോ? അപ്പോൾ ഭക്തസംഗമം എന്ന് പറയാൻ പറ്റില്ല. ആഗോള അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിൻ്റെ അടിച്ചു മാറ്റി, സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ വഴിമാറ്റി ചിലവാക്കി. ഇതെല്ലാം ചെയ്തിട്ട് ഇതുകൊണ്ട് എന്ത് നേടി? അവിടെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അയ്യപ്പസ്വാമിയാണ് ശബരിമല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അയ്യപ്പസ്വാമി അവിടെയാണ് അയ്യപ്പസ്വാമിയുടെ കോപം ഉണ്ടായത്. 5 കോടിയാണ് ആർഭാട ചെലവ്. ആ കോപത്തിന്റെ ഫലമാണ് ഈ കള്ളന്മാരെല്ലാം പുറത്തു വന്നത്. ഈ വാസുവിനെ പോലെയൊക്കെയുള്ള കള്ളന്മാരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയാൾ ശബരിമലയിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. 2 ടേം അവിടെ കമ്മീഷണറായിരുന്നപ്പം പറഞ്ഞ് ഈ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന വ്യക്തിയാണ് ഈ വാസു. കാര്യം ഡൽഹിയിൽ പോയി താമസിച്ച് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് മാറ്റി എഴുതി യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് മാറ്റി എഴുതിയ വ്യക്തിയാണ് വാസു. മാത്രമല്ല രാത്രിയുടെ മറവിൽ അവിടെ സ്ത്രീകളെ കയറ്റാൻ ചൂട്ടുപിടിച്ച് മുമ്പ് നിന്ന ആളാണ് വാസു. അതുകൊണ്ടാണല്ലോ ശ്രീ പിണറായി വിജയൻ ഒരു കമ്മീഷണർ പദവിയിൽ നിന്ന് മാറിയ ഉടനെ അദ്ദേഹത്തിന് സ്വർണ്ണത്താലത്തിൽ പ്രസിഡന്റ് പദം വെച്ച് നീട്ടിയത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള വാസുവിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മുരാരി ബാബുവിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒന്നും അല്ല തീരേണ്ടത്. ഇത് മുന്നോട്ട് പോകണം. മറ്റ് പല ഉന്നതന്മാരും ഇതിൽ കുടുങ്ങും. കാര്യം ഇത് തീരുന്ന കേസല്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ നോക്കട്ടെ, ഇതിന് മുമ്പുള്ള എന്താ കാണിക്കുകയാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ സ്വർണ്ണം വെച്ചാൽ അവിടെ പതിച്ചിരുന്ന സ്വർണം ആ ദ്വാരപാല വിഗ്രഹങ്ങളിലെ ആ ഗോളകയിൽ പതിച്ചിരുന്ന സ്വർണം, അവിടുത്തെ വാതിൽ പാളികളിൽ പതിച്ചിരുന്ന സ്വർണം, അതാണ് ഇളക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കയായിട്ട് വരുന്ന സ്വർണത്തിനൊക്കെ എവിടെ പോയിട്ടുണ്ടാവും? ഇവിടെ ഹരിവരാസനം ലേഖനം ചെയ്ത ഒരു സ്വർണ്ണപ്പാളി അവിടെ കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ കാണാനില്ല. ഇതുപോലെ എന്തെല്ലാം സാധനങ്ങൾ അവിടെ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ ഇത് ആരാ ഉത്തരവാദിത്തി? ക്ഷേത്രത്തെ സംരക്ഷിക്കാനും ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനും ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാനാണ് ഇങ്ങനൊരു ദേവസ്വം ബോർഡ്. ഈ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാമാണ് അവിടെ ചെയ്യുന്നത്. ദേവസ്വം ബോർഡിലുള്ള കാട്ടുകള്ളന്മാരാണ് ഈ ദേവസ്വം. ഇപ്പോൾ എന്നടുത്ത് ഇന്നലെ ഒരു ദേവസ്വം ബോർഡിലെ വ്യക്തിയെ ഞാൻ കണ്ടു, ഒരു ഉദ്യോഗസ്ഥനെ. അയാൾ പറഞ്ഞു, സാറേ ഞാൻ ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണെന്ന് ഇപ്പോൾ പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞാൽ എന്നെ ഏതോ ഒരു മറ്റേ ഈ മോട്ടിക്കാൻ നടക്കുന്ന കള്ളനെ പോലെയാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ദേവസ്വം ബോർഡിൽ എല്ലാവരും കള്ളന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുപോലുള്ള ആൾക്കാർ പോലും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളൻ എന്ന് ജനം പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കള്ളന്മാർ, അതായത് വിശ്വാസമില്ലാത്തവർ, ഒരു അവിശ്വാസിയായ ഒരാൾ, എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ പ്രവർത്തിക്കും? ആ വിശ്വാസമില്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് ദേവസ്വം ബോർഡിൽ നിയമിക്കുക. പോലീസുകാരായിട്ട് ഒരു വിശ്വാസമില്ലാത്ത പോലീസുകാരെ നിയമിക്കുക. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റി ശബരിമലയുടെ ചൈതന്യം ഇല്ലാതാക്കിയ ക്ഷേത്രത്തെ തകർക്കുക. ഈ ഒരൊറ്റ ഉദ്ദേശമാണ് CPM ഗവൺമെന്റിന്. അതിനുള്ള അജണ്ടയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയകുമാർ സാറിനെ പോലെ ഒരാളിനെ ഇപ്പോൾ എന്തിനാണ് നിയമിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ലേ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം? ഒരു IAS ഉദ്യോഗസ്ഥനെ, ഒരു സിവിൽ സർവന്റിനെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശം എന്താ? പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കാൻ. ഞാൻ എന്താ വലിയൊരാളിനെ കൊണ്ട് നിർത്തിയിരിക്കുക. അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ മനസാക്ഷിയാണ് അദ്ദേഹം കൊണ്ട് പറയിച്ചത്. പക്ഷേ ഒരു പാർട്ടിക്കാരനാണെങ്കിൽ, ഒരു പൊളിറ്റീഷ്യനാണെങ്കിൽ അയാളത് പറയില്ല. കാര്യം അവിടെ ഉരുണ്ട് കളിക്കും. അവിടെ ഞാൻ ചോദിക്കട്ടെ, ജയകുമാർ സാറായോണ്ടാണ് പറഞ്ഞത് അനിയന്ത്രിതമായ ക്രൗഡാണ്, ഭയമാവുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു പാർട്ടിക്കാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, അയാളത് പറയില്ല. അയാൾ പറഞ്ഞേ ഇതൊക്കെ നിയന്ത്രിക്കാവുന്നതാണെന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കും. സത്യസന്ധനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം വന്നെങ്കിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ജനങ്ങളെ പറ്റിക്കാനും വരുന്ന ഇലക്ഷനിൽ 10 വോട്ട് പെട്ടി വീഴിക്കാനുള്ള പിണറായി വിജയന്റെ കുതന്ത്രം മാത്രമാണ് ഈ ജയകുമാർ സാറിനെ ഇപ്പോൾ പ്രസിഡന്റ്. അതെ, അതൊരു മുഖം രക്ഷിക്കൽ തന്ത്രമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അവിടെ ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുവരെ പറഞ്ഞു ഒതുക്കുമായിരുന്നു.